ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാ തരും? ഒരു നല്ല വട, ചക്കയും റവയെല്ലാം കൂടെ വെച്ച ഒരു നല്ലൊരു വട, 4 മണി പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിനാവശ്യം നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സഹകരിക്കണം. നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചക്കയാണ് പരിചയപ്പെടുത്തുന്നത്. വരിക്കച്ചക്കയാണ് നമുക്ക് കിട്ടും. നല്ല മധുരമുള്ള അടിപൊളി ഒരു വരിക്കച്ചക്കയാണ്. ഒരു 10 എണ്ണം. ഒരല്പം തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്, പഞ്ചസാര, നല്ല ജീരകം, ഉപ്പുപൊടി, 1 കപ്പ് റവ, വറുത്തെടുക്കാനുള്ള എണ്ണ. അപ്പോൾ ഇത്രയും സാധനം മതി. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഐറ്റമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെഡിയാക്കിയേക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഈ ചക്ക ആദ്യമേ ഒന്ന് മിക്സിക്കകത്ത് കറക്കിയെടുക്കാം. നമ്മൾ ഇതുപോലെ മസാല പൊടിക്കുന്ന ആ ജാറിൻ്റെ അകത്തോട്ട് 10 ചക്കച്ചുള, കൂടച്ചക്കയുടെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വരിക്കുക കിട്ടിയ കുഴപ്പമില്ല, നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതിട്ട് നല്ല വരും. അപ്പോൾ ഈ ചക്കയുടെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് കുറച്ച് പഞ്ചസാരയും കൂടെ, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടുക. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരയണ്ട, ഒന്ന് ചതച്ചെടുക്കത്തക്ക രീതിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നിരടി എടുത്താലും മതി. ഇതിപ്പോൾ നമുക്ക് ആ മിക്സിക്കകത്താകുമ്പോഴത്തേക്ക് പെട്ടെന്ന് റെഡിയാക്കാമല്ലോ. ഇതൊന്ന് റെഡിയാക്കിക്കൊണ്ട് വരട്ടെ. അരച്ചുണ്ടോ? ഈ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഐറ്റമല്ലേ. അതുപോലെ തന്നെ ചക്ക കണ്ടപ്പോഴത്തേക്കും ഒരു ഐഡിയ തോന്നി, എന്നാൽ ഇത് വെച്ച് നല്ലൊരു 4 മണി പലഹാരം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. 4 മണിക്കൊക്കെ ചക്ക കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ചക്ക പായസം, ചക്ക പുഴുക്ക്, ചക്ക ഉപ്പേരി, എന്തെല്ലാം ഐറ്റം ഉണ്ട്. ചക്ക ഉണ്ടല്ലേ, ഒരുപാട് ഐറ്റങ്ങൾ ചക്ക കൊണ്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ വലിയ വളവും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നല്ല ശുദ്ധമായ സാധനമാണ് ചക്കയെന്ന് പറയുന്നത്. അപ്പോൾ ചക്കയൊക്കെ ഇതേണ്ട, ചക്കയും പഞ്ചസാരയും കൂടെ നമ്മളിത് ഈ പരുവത്തിൽ അങ്ങോട്ട് അരച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ആദ്യമേ തന്നെ നമ്മൾ ഈ റവ, 1 കപ്പ് റവയാണ്. ആ റവ കുറച്ചങ്ങോട്ട് വിടും. ഒരു കപ്പ് റവ, നല്ല ജീരകം 1 ടീസ്പൂണ്, നല്ല ജീരകം, നല്ല ഏലക്ക പൊടിയാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒരു നുള്ളുപ്പ്, ഉപ്പ് പൊടി, ചിരണ്ടി വെച്ചേക്ക് തേങ്ങ, ഒരു 3 ടീസ്പൂൺ തേങ്ങ ചിരണ്ടി വെച്ചേക്കും. അപ്പോൾ ഇത് മധുരം നമ്മുടെ പാകത്തിന് നോക്കണം. കാര്യം ഇതിപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടാണ്, അതുപോലെ നല്ല മധുരമായിരുന്നു ചക്കയ്ക്ക് കേട്ടോ. അപ്പം മധുരം നമ്മുടെ പാകത്തിന് നോക്കണം. ഇത് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. കൂടച്ചക്കയാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ഞെരടിയാൽ മതി. വരിക്കച്ചക്ക ആകുമ്പം ഇച്ചിരി കട്ടിയുണ്ട്, അതുകൊണ്ടാണ് മിക്സിക്കകത്തങ്ങ് അടിച്ച്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല ഈ ചക്ക, സത്യം പറഞ്ഞത് ചക്ക കൊണ്ടൊക്കെയുള്ള എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. നല്ല രുചിയുള്ള ഒരൈറ്റം. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഒന്ന് കൈയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കാര്യം അന്നേരം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. ഈ റവയെന്ന് പറയുമ്പോൾ നമുക്ക് വറുത്ത റവയാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പം അത് വറുത്ത് പാക്കറ്റ് കിട്ടില്ല, വറുത്ത ആ റവ തന്നെ മേടിച്ച് ചെയ്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്യുക. വെള്ളം ഒരു ശകല പോലും വെള്ളം ചേർക്കല്ലേ, വെള്ളം ഇല്ലാതെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇരിക്കട്ടെ. ഇപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇതേ നമ്മൾ ചീനിച്ചട്ടി വെച്ചു. കുറച്ച് എണ്ണ അതിൻ്റെ അകത്ത് ഒഴിക്കാം. കുറച്ച് ഓയിലാണ്. ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാത്തതാണ്. നമുക്ക് ഇച്ചിരി ഓയിലുണ്ടായിരുന്നു, അതുകൊണ്ടാകെ വെളിച്ചെണ്ണ ഇല്ലായിരുന്നു, വെളിച്ചെണ്ണ തീർന്നു. അപ്പോൾ ഓയിലായിരിക്കും. ആ ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് വറുത്തത് നല്ലപോലെ ചൂടാകട്ടെ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉണ്ട അങ്ങോട്ട് പിടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും 2 സൈഡ് നല്ലപോലെ ക്ലിയറായിട്ട് കിട്ടും. നമ്മൾ കുറച്ച് ഇതുപോലെ ചപ്പാത്തിക്ക് ഉരുള കിട്ടുന്ന പോലെ ഉരുട്ട് കിട്ടും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയ്യിലിട്ട് പരത്തുക. ഇതുണ്ട്, ഇതേപോലെ ഒരു വട്ടം ഉണ്ടാക്കി അങ്ങോട്ട് ഇടുക. തിരിച്ചങ്ങോട്ട് ഇടാം 2 സൈഡും. ഈ വെണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഒരല്പം കുറച്ചങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ അടുത്തോടെ നമ്മളിങ്ങനെ ഉണ്ട പിടിച്ചു. വാരി കോരി എടുക്കുക. മൂത്തിട്ടുണ്ട്. അടുത്തോടെ അങ്ങോട്ട് ഇടാം.
ഒത്തിരി കരിഞ്ഞു പോകണ്ട. രണ്ട് സൈഡും മൂത്തിട്ട് ഇങ്ങോട്ട് കോരിയെടുക്കുക. നല്ലൊരൈറ്റം അത്, അല്ല 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരൈറ്റം. ആദ്യത്തെ അങ്ങോട്ട് പോരെ. ഞാൻ എടുക്കും. അവിടോട്ട് വെക്ക്. അടുത്ത അങ്ങോട്ടിടാം. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം തീയിലൊക്കെ ഇരുന്നാൽ മതി. നല്ലൊരൈറ്റമല്ലേ. നമ്മളെപ്പോഴും കുമ്പളപ്പോൾ ഒരു ചക്ക ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരൈറ്റം അല്ല. ഇതുപോലെ മാവ് കുഴച്ച് ഒരുപാട് സമയമൊന്നും എടുക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പറക്കി കൊണ്ടിടുക. അപ്പോൾ അടുത്തോടെ അങ്ങോട്ട് പറ. അങ്ങനെ. അപ്പോൾ ലാസ്റ്റത്തെയാണ് നമ്മൾ അതുകൂടെ ഇതുപോലെ അങ്ങോട്ട് പരത്തിയിടാം. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റത്തോടെ നമ്മൾ കോരി. അപ്പോൾ നമ്മൾ എന്താ ഒരു പേര് പറഞ്ഞു, വട അല്ലേ? ചക്കയും റവയും കൊണ്ടൊരു വട. അതാണ് എന്തെങ്കിലും ഒരു പേരുണ്ട്. പക്ഷേ എന്നാ പറഞ്ഞാലും സംഭവം അടിപൊളി ഐറ്റമാണ്. നല്ല രുചിയാണ്. കുട്ടികൾക്ക് ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നല്ല രുചിയാണ് ഇങ്ങനെ ചെയ്താൽ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കഷ്ണം എടുക്കാം. കഴിച്ചു നോക്കാം. എങ്ങനെയുള്ള ഐറ്റം? സൂപ്പർ ഐറ്റോ. നല്ല രുചി എന്ന് പറഞ്ഞാൽ അപാര രുചിയാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു, ഞാൻ ഗ്യാരണ്ടി. നല്ല മയമുണ്ട്, നല്ല രുചിയുണ്ട്. കാരണം നമ്മളങ്ങനെ പറയുന്നില്ല, നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറയാം. കാരണം നല്ല ഒരു ഐറ്റം ആണെങ്കിൽ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത് വളരെ പെട്ടെന്ന് നല്ല രുചികരമായിട്ട് തീർച്ചയായിട്ടും കുടിച്ച് പിള്ളേർക്കൊക്കെ കൊടുത്തു നോക്കി. അവരത് മൊത്തം പറക്കി തിന്നിട്ടു, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കണം. 4 മണിക്കോ അല്ല 4 മണിക്കോ അങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ എത്ര മണിയായി? 15 മണിയായി. ഞങ്ങൾ 15 മണിക്ക് എപ്പം തിന്നത്ത്. അങ്ങനെ സമയമൊന്നും വേണ്ട, എപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിക്കും. കുഴിച്ചക്ക വരിക്കച്ചക്ക ഏത് ചക്ക വേണേലും ഇട്ട് ഇത് ചെയ്യാവുന്നതാണ്. വളരെ സമയം ലാഭമുണ്ട്. നല്ല രുചിക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും ചെയ്ത് വേണം കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. വേറെ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.